ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങളെല്ലാവരും നല്ല സപ്പോർട്ടാണ് എനിക്ക് തന്നത്. അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഈ മോഡുലാർ കിച്ചന്റെ മേളിൽ ഗ്രാനൈറ്റ്, അതായത് ഈ ഗ്രാനൈറ്റ് ലേ ചെയ്യണ പൊതുവെ ഇപ്പോഴും എല്ലാവർക്കും ഒരു സംശയമുള്ള കാര്യമാണ്. അപ്പോൾ അതെങ്ങനെ ഗ്രാനൈറ്റ് ലേ ചെയ്യണം, എന്തുപയോഗിച്ച് ലേ ചെയ്യണം എന്നാണ് ഞാൻ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പൊ ഇത് ഞാൻ ഒരു പ്രാവശ്യം ഇതിന് പറഞ്ഞത് ഇത് കോഡ്സ് ആണ്. ഇതിപ്പോ നമ്മള് ഇപ്പൊ ഗ്രാനൈറ്റ് ആണെങ്കിലും ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണെങ്കിലും ഇപ്പൊ ഗ്രാനൈറ്റ് പണിക്കാർ പറയും ചിലവര് എംസിയിൽ ഉറപ്പിക്കുന്നവരുണ്ട്, ചിലവര് സിലിക്കോണിൽ ഉറപ്പിക്കുന്നവരുണ്ട്. അപ്പോ സത്യം പറഞ്ഞാൽ മോഡുലാർ കിച്ചണിൽ ഇത് രണ്ടും ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരമല്ല. അപ്പോ ഞാൻ ഇത്രയും 15 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ടൈലൊട്ടിക്കുന്ന പശ, അതായത് വെബർ ഉണ്ട്, റോഫ് ഉണ്ട്, ലാറ്റിഗ്രാറ്റ് ഉണ്ട്, ഇതുപോലുള്ള ബ്രാൻഡുകളുടെ ടൈലൊട്ടിക്കുന്ന പശ. ആ ടൈലൊട്ടിക്കുന്ന പശ നമ്മുടെ മറൈൻ പ്ലേയുടെ ലാമിനേറ്റഡ് ക്യാബിനറ്റ്സിന്റെ മേളിൽ വെള്ളം കുറച്ച് പേസ്റ്റ് ചെയ്തിട്ട് അതിന്റെ മേളിലേക്കാണ് ഈ ഗ്രാനൈറ്റ് ലേ ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഗ്രാനൈറ്റ് എല്ലാ സൈഡും സീറ്റിംഗ് ആയിരിക്കും. അത് മാത്രമല്ല, നമുക്ക് ഇതിന്റെ മേളിൽ കയറി നിന്നാലും ഒരു പ്രോബ്ലം സംഭവിക്കുന്നില്ല. പക്ഷെ ചില ആൾക്കാർ എംസിയിൽ അതുപോലുള്ള മെറ്റീരിയൽസിലാണ് ഈ സാധനം ഉറപ്പിക്കുന്നത്. അങ്ങനെ ചെയ്യരുത് യാതൊരു കാരണവശാൽ. കാരണം എംസിയിൽ എന്ന് പറയുന്നത് എന്താ പറയാ, അവിടെ ഇവിടെ ഓരോ ഉണ്ടായിട്ട് വെച്ചിട്ട് അതിന്റെ മുകളിലേക്കാണ് ഈ ഗ്രാനൈറ്റ് ഇടുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ക്യാബിനറ്റ്സും ഗ്രാനൈറ്റിന്റെ ഇടയിൽ ആ എംസിലിന്റെ ഒരു തിക്നെസ്, അവിടെ ഇവിടെ ഉണ്ടായിട്ട് വെച്ചേക്കുന്ന തിക്നെസ് ഗ്യാപ്പായിട്ട് കിടക്കും. അതായത് നമ്മുടെ മൊഡ്യൂളിന്റെ ഗ്രാനൈറ്റിന്റെ മേളിൽ. അപ്പൊ അങ്ങനെ വരുമ്പോ പാറ്റയൊക്കെ അതിന്റെ അകത്ത് കയറി നമ്മുടെ മൊഡ്യൂൾസിനകത്തേക്ക് കയറാൻ ചാൻസ് ഉണ്ട്. പിന്നെ രണ്ടാമത് സിലിക്കോൺ നിങ്ങൾക്ക് അറിയാലോ, ഈവൻ സിങ്കിന്റെ സൈഡിലാണെങ്കിൽ വെച്ചാലും ജസ്റ്റ് ഒന്ന് പൊളിഞ്ഞു പോണ സാധനമാണ് സിലിക്കോൺ. അപ്പോ ഇതിന് ശാശ്വതമായിട്ടുള്ള പരിഹാരം എന്ന് പറഞ്ഞാൽ ടൈൽസിന്റെ ഒട്ടിക്കുന്ന പശ. അത് മോഡുലാർ കിച്ചന്റെ മേളിൽ എത്ര ഫിനിഷ് ആയിക്കോട്ടെ, ഗ്ലോസി ഫിനിഷ് ആണെങ്കിലും ഈ പശ വെള്ളം കുറച്ച് ഇതിൽ പ്ലേസ് ചെയ്തിട്ട് ഈ സ്ലാബ് ഇട്ടാൽ ഒരു പ്രോബ്ലം സംഭവിക്കില്ല. പിന്നെ ഗ്രാനൈറ്റ് ലേ ചെയ്യണ വേറൊരു ഇതെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ക്യാബിനറ്റിന്റെ ഫ്രണ്ടിൽ നിന്ന് നമ്മുടെ ഗ്രാനൈറ്റ് ഒരു 5 സെന്റിമീറ്റർ ചാടിച്ച് നിർത്തണം. അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ സിങ്കിൽ പാത്രം കഴുകുമ്പോഴോ കുക്ക് ചെയ്യണ സമയത്തോ ഇവിടെയാണ് ചിമ്മിനി വരുന്നത്. ആ ചിമ്മിനിയുടെ താഴെ സ്റ്റൗ വരുന്നുണ്ട്. അപ്പോൾ സ്റ്റൗവിൽ നിന്ന് കുക്ക് ചെയ്യണതൊന്നും നമ്മുടെ ഡോറിലേക്ക് വലിച്ചു വിടാതെ ഒരു ക്യാബിനറ്റിന്റെ ഫ്രണ്ടിൽ നിന്ന് ഏകദേശം ഒരു 5 സെന്റിമീറ്ററോളം ചാടിച്ച് നിർത്താം. അപ്പൊ അങ്ങനെ നിർത്തുമ്പോഴത്തേക്ക് ഈ കറി അതുപോലുള്ള സാധനങ്ങളൊന്നും നമ്മുടെ ഡോറിലൊന്നും ഒലിച്ചു വിടാതിരിക്കും. പിന്നെ സിങ്ക് അതുപോലുള്ള ഇവിടെ പാത്രം കഴുകുമ്പോൾ വെള്ളം ഒലിച്ചു വിടാതിരിക്കും. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ നമ്മുടെ സിങ്ക് ഏരിയയിലായാലും ഹോബ് ഏരിയയിലായാലും ഈ മോഡുലാർ കിച്ചൺ ചെയ്യുമ്പോൾ സിങ്കിന്റെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 5 സെന്റിമീറ്റർ അല്ലെ 6 സെന്റിമീറ്റർ ഈ ഫ്രണ്ടും ബാക്കും വിട്ട് കിട്ടുള്ളൂ. അപ്പൊ നമ്മളൊരു പാത്രം വെള്ളത്തോടെ എടുത്ത് ഈ സൈഡ് എഡ്ജിലൊക്കെ വെച്ചാൽ നമ്മുടെ സ്ലാബ് പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഫ്രണ്ട് സൈഡ് എപ്പോഴും 2 തിക്നെസ് ആയിട്ട് കൊടുക്കുക. ഇതിന്റെ സത്യം പറഞ്ഞാൽ ഒരു തിക്നെസ് വരുമ്പോൾ ഇതിന്റെ പകുതിയോളം വരുള്ളൂ. പറയാ വെയിറ്റ് ഉള്ള സാധനങ്ങൾ വെച്ചാൽ നമുക്ക് ഈ സ്ലാബിന് അഡീഷണൽ സപ്പോർട്ട് ആയിരിക്കും. അതായത് മേളിലിരിക്കുന്ന ഗ്രാനൈറ്റിന് വേറൊരു ഗ്രാനൈറ്റിന്റെ സപ്പോർട്ടും കൂടി അടി കിട്ടും. അപ്പോ മോഡുലാർ കിച്ചൺ ചെയ്യുന്നവര് ഏറ്റവും ഞാൻ സൈറ്റ് വെച്ചെടുത്തപ്പോ എന്റെ ഫോണിന്റെ മെമ്മറി ഫുള്ളായി. അത് കാരണം എനിക്ക് ഫുള്ള് വീഡിയോ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുവാണ്. അപ്പോൾ മോഡുലാർ കിച്ചൺ ചെയ്യുമ്പോൾ ഗ്രാനൈറ്റ് ചെയ്യുന്ന ആൾക്കാർ ഗ്രാനൈറ്റ് ഫ്രണ്ട് സൈഡ് ഡബിൾ തിക്നെസ് കൊടുക്കുക. അതെന്താണെന്ന് ഞാൻ വീഡിയോയുടെ തൊട്ട് മുമ്പ് പറഞ്ഞിരുന്നു. പിന്നെ ഗ്രാനൈറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ക്യാബിനറ്റിന്റെ ഫ്രണ്ടിൽ നിന്ന് ഒരു 5 സെന്റിമീറ്റർ ചാടി ചേർത്തുക. പിന്നെ ഈ ഗ്രാനൈറ്റ് ലേ ചെയ്യണത് എംസിയിൽ വേണ്ട, നമുക്ക് സിലിക്കോൺ വേണ്ട, ടൈലൊട്ടിക്കുന്ന ഗമ്മ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, ടൈലൊട്ടിക്കുന്ന ഗമ്മില് മോഡുലാർ കിച്ചൺ ക്യാബിനറ്റ്സിന്റെ മേളിൽ ടൈലൊട്ടിക്കുന്ന ഗമ്മില് ഗ്രാനൈറ്റ് ഫിക്സ് ചെയ്തോളൂ, ഒരു പ്രോബ്ലം ഇല്ല. ഞാൻ 15 വർഷമായിട്ട് ചെയ്യുന്നതാണ്. അത് ഏത് ബ്രാൻഡ് വേണമെങ്കിലും ആകാം, നിങ്ങൾ അത് യൂസ് ചെയ്ത് ചെയ്യാൻ നോക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. പ്ലീസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.